ഇതാക്കണ ഇവിടെ സൈഡിൽ ഐസ് ഇങ്ങനെ കൂട്ടി കൊണ്ടുപോകുന്ന ഒരു ക്രെയിനാണ് ഈ കാണുന്നത് ഉണ്ടല്ലേ. മനസ്സിന്റെ ഉള്ളിൽ നിന്നൊലിയുന്ന മാണിക്യ മണിമുതി രാജാതി നല്ല തണുപ്പാണ് നമുക്ക് ഇതിനുള്ള ഫീൽ ചെയ്യുന്നത്. ശ്വാസം കിട്ടാത്ത പോലൊക്കെ തോന്നുന്നുണ്ട്. ഇതിനകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു സെറ്റപ്പാണ്. We were saying we've never seen guys have so much fun who weren't. Yeah, thank you so much. Yeah, You're having a good time when you're. Yeah, അല്ലെങ്കിൽ മലയാളി പൊളിയല്ലേ. അപ്പോൾ നമുക്കിതാ ഇതിൻ്റെ ടോപ്പിലേക്ക് പോകാനുള്ള ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് സ്കാൻ ചെയ്തിട്ട് നേരെ കയറാനുള്ള പരിപാടി, ഹൈ റേഞ്ചിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. Profitez de la vue impressionnante sur la face nord de la Guerre et sur le monde enchanteur. നമ്മളിതാ ജംഗ്ഫ്രോൻ്റെ ഫസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ട്രെയിൻ ഇറങ്ങി. അപ്പോൾ അതാ ജുങ്ഫ്രൗജോച്ച് അങ്ങനെയാണ് അതിൻ്റെ പേര്. ഇവിടെ അതാ വന്നിറങ്ങി. നമ്മുടെ ഗൈഡിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മളിങ്ങനെ കൂടെ നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗൈഡ് പറഞ്ഞ പ്രകാരം നമുക്കൊരു 10 മിനിറ്റ് ഇവിടെ ടൈം വന്നിട്ടുണ്ട്. ഈ 10 മിനിറ്റിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റേഷനിൽ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങുകയാണ്. ഇവിടെ കുറച്ച് വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മളിതാ പുറത്തിറങ്ങുമ്പോൾ തന്നെ നല്ല ക്ലൈമറ്റാണ് കേട്ടോ, നല്ല അടിപൊളി ക്ലൈമറ്റ്. ആളുകളൊക്കെ അവിടെ ഇറങ്ങി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ലൈക്ക് അതിൻ്റെ ബാക്കിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഐസ്ബർഗ് സംഭവങ്ങളാണ് കാണുന്നത്. ഉണ്ടോ, കുറേ ഈ മലകൾ മൊത്തം ഐസായിരുന്നു പണ്ട് എന്നാണ് പറഞ്ഞത്. അതപ്പോൾ ഓരോ വർഷം തോറും അതിങ്ങനെ അലിഞ്ഞിങ്ങനെ വരിക എന്നാണ് പറയണത്. എന്തായാലും പല ആളുകളും ഓരോ സ്ഥലത്ത് നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഇത് കണ്ടില്ലേ, കമ്പി കെട്ടിയിട്ടുള്ളത് ഈ മലൻ്റെ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട്. ലൈക്ക് മുകളിൽ നിന്നുള്ള ഒരു പാറകളൊക്കെ തെറിച്ച് വീണ സമയത്ത് ഇവിടെ പുറത്തേക്ക് എത്താതൊക്കെ വേണ്ടിയിട്ട് കമ്പിയൊക്കെ വെച്ചിട്ട് ലൈക്ക് കെട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ സൗദിയിലും കാണുന്ന ഒരു സെറ്റപ്പ് തന്നെയാണ് ഇവിടെയും കാണുന്നത്. ഉണ്ടോ, ആ റേഞ്ചിൽ. അപ്പോൾ ഇതാണ് നമ്മൾ വന്നിട്ടുള്ള ഒരു സ്റ്റേഷൻ്റെ ഔട്ട് സൈഡ് വ്യൂ. മുകൾക്ക് നോക്കുമ്പോൾ ഫുള്ള് ഐസ്ബർഗാണ് കാണുന്നത്. അപ്പോൾ നമ്മളിനി അടുത്തൊരു ട്രിപ്പ് ചെയ്യുന്നത് ഈ ഒരു വണ്ടിയിലാണ് കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പോകുന്നത് ഈ ഒരു ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതാ നമ്മുടെ ട്രെയിൻ വീണ്ടും മുന്നോട്ട് പോയി കുറച്ചങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു സ്റ്റോപ്പിൽ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ ഗൈഡ് മുമ്പിലുണ്ട്. ഇവിടുന്ന് ഇറങ്ങുമ്പം എന്താ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ പോലത്തെ ഒരു സെറ്റപ്പ് തന്നെയാണ്. ഒരുപാട് ആളുകളുണ്ട്. ഇവിടുന്ന് നമുക്കിന്ന് നോക്കുമ്പം ജംഗ്ഫ്രൗ ട്രെയിൻ എന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. അമീർ ഭായി ആസ് യൂഷ്വൽ. അമീർ ഭായി, ഈ എപ്പിസോഡിൽ നിങ്ങൾ ഡാൻസ് ഇല്ലേ? ഇനി ഈ എപ്പിസോഡിൽ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നുണ്ട്, അമീർ ഭായി ഒരു ഡാൻസ് ഏതാണ്, എങ്ങനെ ഇനി കല്യാണാമത്തെ ഡാൻസ് എങ്ങനെ ഇനി? അപ്പോൾ മക്കളെ നമ്മളിതാ അങ്ങനെ അടുത്തൊരു ലൊക്കേഷനിലേക്ക് ഇങ്ങനെ മന്ദം പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഇത്ര തണുക്കുന്നത് എന്നുള്ളതൊരു പിടുത്തില്ല. പക്ഷേ നല്ല തണുപ്പാണ് നമുക്ക് ഇതിനുള്ള ഫീൽ ചെയ്യുന്നത്. ശ്വാസം കിട്ടാത്ത പോലൊക്കെ തോന്നുന്നുണ്ട്. അത് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ 3575 മീറ്റർ എബോ സ്കൈ ലെവലാണ്. ശരിക്കും പറഞ്ഞാൽ ബാലൻസ് ഒക്കെ പോകുന്നുണ്ട്, ഗ്രാവിറ്റി പറയുന്ന പോലെ. ഇവിടുന്ന് ഏറ്റവും മുകളിൽ നമുക്ക് താഴത്തേക്ക് നോക്കുമ്പോൾ ഫുൾ സ്നോ ആണ് കാണുന്നത്. ഫുൾ സ്നോ. കുറേ ആളുകൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളത് അവിടെ എല്ലാ ഭാഗത്തും പോകുമ്പോൾ ഇതുപോലെ ഒരു കീ ലോക്ക് കാണാറുണ്ട്. എന്താ
This is really amazing, just really amazing. I am losing my gravity. ഒറ്റമുഖന്നുള്ള വ്യൂ ഉണ്ട്. ഒറ്റമുഖന്നുള്ള നല്ല തണുക്കുന്നുണ്ട്. This is really amazing. സുഹൃത്തുക്കളെ, അപ്രതീക്ഷിതമായി താഴത്തേട്ടൊന്ന് നോക്കുമ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ എത്രയോ ഉയരങ്ങളിലാണ്. ഇമ്പക്കാടത്താരക്ക് പിന്നെ ഓവർ ചാടണ്ടെന്ന് പറഞ്ഞേ. ടയേർഡായി കഴിഞ്ഞാല് പണിയാവും. ഇതില് ഒറ്റ ലുക്ക് നിങ്ങൾ തന്നെ കേട്ടോ. നല്ല മാച്ച് ഉണ്ട് ഈ കളറ്. നവാസ് ഭായി ഉണ്ട്. എന്തായാലും ആവശ്യമൊക്കെ അതിൽ കൂടെ കണ്ടു നോക്കി. ഇവിടെ നമുക്ക് മൗണ്ടൻസ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ലെൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. Let me see through it. Oh my goodness, you can't see nothing. Bah. Oh, skating is there. Snow and skating and കാര്യങ്ങളൊക്കെ. Can you give me the name of your? My name is Monica. Okay. I'm very happy to have such a wonderful group. Okay. It's very lively. You come from, you said? India. India. Yeah. But I wasn't sure because you work somewhere else. Yeah, we work in Saudi Arabia. Very nice. Yeah. This is our company. Yeah, this is the company. Best of Switzerland Tours. Yesterday, I think we already have a tour with you. Today, you know? Yeah. See you later. Okay, thank you so much. Bye-bye. So, നമ്മളുടെ സ്റ്റേഷൻ നമ്പർ 3 നമ്മൾ ഇറങ്ങിയപ്പോൾ ആൽഫീസ് സെൻസേഷൻ 7. ഇതിനകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു സെറ്റപ്പാണ്. കുറേ സ്റ്റാച്ചു കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എന്തിനെ പ്രതിഫലിപ്പിക്കുന്നതാണോ അറിയില്ല. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചകൾ. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഡെമോൺസ്ട്രേഷൻ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ലൈക്ക് ഇതുണ്ടല്ലേ, നമ്മളിപ്പോൾ കയറി വന്ന ആ ഒരു സെറ്റപ്പിലുള്ള ഒരു ക്രിയേഷനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് നല്ല വെള്ളം ദാഹിക്കുന്നുണ്ടെങ്കിൽ ഓൺ ദ വേ നമുക്ക് ഇവിടെ നല്ല വെള്ളമുണ്ട്, അതെടുത്ത് കുടിച്ചാൽ മതി. നമ്മൾ വീണ്ടും അടുത്തൊരു ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിതാ അങ്ങനെ നടന്നിതാ മഞ്ഞിലേക്കാണ് ഈ എത്തുന്നത്. സ്നോ, ദിസ് ഈസ് ദി സ്നോ ഓഫ് ദി റിയാലിറ്റി ഓഫ് ദി ഇന്റർപ്രിട്ടേഷൻ. സ്നോ 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 തണുപ്പില്ല. Here is the snow. ഇതാക്കുന്ന ഇവിടെ സൈഡിൽ ഐസ് ഇങ്ങനെ കൂട്ടി കൊണ്ടുപോകുന്ന ഒരു ക്രെയിനാണ് ഈ കാണുന്നത്, ഉണ്ടല്ലേ? ഇവരിങ്ങനെ അവിടുന്ന് ഐസ് ഇങ്ങനെ കൊണ്ടുവന്ന് റോഡ് ഇങ്ങനെ ക്ലിയർ ആക്കാണ്. അപ്പം മക്കളെ, നമ്മളെ സ്വപ്നം ഇതാ, ഈ ഒരു മലൻ്റെ മുകളിൽ തണുത്ത് പറിച്ച് നിൽക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു എന്താ പറയുക ഗോൾഡൻ മൊമെന്റ്സ് സമ്മാനിച്ചത് മറ്റൊരുമല്ല, നമ്മുടെ ഇംപാക്സ് ഇന്നോവേറ്റീവ് ലൈഫ് ടീംസ് ആണ്. സോ ഫ്രണ്ട്സ്, ഫ്രം ദി ടോപ്പ് ഓഫ് യൂറോപ്പ് നമ്മൾ നല്ലൊരു കോഫി, അതുപോലെ തന്നെ സ്പ്രിങ്കിൾസ് ആൻഡ് കേക്ക്, പിന്നെ ഒരു മഫിൻ കേക്ക് മേടിച്ചിട്ടുണ്ട്. വിശന്നിട്ടാട്ടോ, വേറെ ഒന്നുമില്ല. സോ വി ആർ ജസ്റ്റ് ട്രൈങ്. അതിലിട്ടില്ല ഇളക്കാൻ. ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രീം കം മൊമെൻ്റ് ആണിത് ആക്ച്വലി, ബിക്കോസ് ഇറ്റ്സ് റിയലി awesome in the highest mountain and with lot of ice. It's really cooling. Wow, അടിപൊളി മക്കളെ, രക്ഷയില്ല. കുടിക്കട്ടെ നാക്ക്. അപ്പം മക്കളെ, നമ്മുടെ ഈ ഒരു ട്രിപ്പിലെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള, ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ഇത് തന്നെ ആയിരിക്കും. മഞ്ഞൊക്കെ കണ്ട് നമ്മൾ വിഷമിച്ച് കുഴങ്ങി വരുന്ന സമയത്ത് നമ്മളിതാ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നു. നൗഷാക്ക ബസ്മതി റൈസും ചിക്കൻ കറിയും നഗറ്റ്സും ഇതൊക്കെയാണ്.
അടിക്കുന്നത്. അപ്പോൾ മക്കളെ, നമ്മുടെ യാത്രകൾ ഇവിടെയൊന്നും അവസാനിച്ചിട്ടില്ല. വീണ്ടും അടുത്തൊരു ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ കൂടെ നമ്മുടെ സ്വന്തം അസീർ ഭായി ഇതാ മുന്നിലായിട്ടുണ്ട്. And finally, we are back to our gate. Hello. So now what's the plan? Lullaby with wonderful music in the train. Okay, thank you so much. So what's next plan? And now we need to take the train down to Lauterbrunnen. Yeah, okay. Best of Switzerland tours. Bus number 1, please. We were saying we've never seen guys have so much fun who weren't. Yeah, thank you so much. You Yeah, guys are pulling. having a good time and you're. Yeah. Alleങ്കിലും മലയാളി പൊളിയല്ലേ? മലയാളി പൊളിയല്ലേ? You want to dedicate one song? She likes Bollywood songs. Bollywood song? Which one? Yeah. कहो ना प्यार है दिल मेरा ला 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 कहो ना प्यार है कहो ना प्यार है तुमसे प्यार. You can also join. വൈബുകൾ അവസാനിക്കുന്നില്ല സുഹൃത്തുക്കളെ. വൈബുകളുടെ കൂമ്പാരകൾ ഇനിയും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. സോ വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. എവിടെ നമ്മുടെ അമ്മച്ചി? ഓക്കെ, വി ആർ വെയിറ്റിംഗ് ഫോർ അവർ ഗൈഡ്. സോ ഐ തിങ്ക് ദിസ് ഈസ് ദി നെക്സ്റ്റ് ട്രെയിൻ വി ഹാവ് ടു ഗോ. സ്റ്റാർട്ട്. മനസ്സിന്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്യ മണിമുതിരാജാതി മനസ്സിന്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്യ മണിമുതിരാജാതി പാലത്തുനിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണി രാജാതി ഏതാണി രാജാതി Thank you. It was very nice. Thank you very much. Thank you. I'll remember always. Thank you very much. Thank you. ഈ അവസരത്തിൽ താങ്കൾക്ക് എന്താ തോന്നുന്നത്? സങ്കടവും സന്തോഷവും. കാരണം ആദ്യമായിട്ടാണ് പരിപാടി അവതരിപ്പിച്ചിട്ട് പുറത്തുനിന്ന് കൈയിട്ടത്. ജനങ്ങൾ വൻ ആവേശത്തിലാണ് സുഹൃത്തുക്കളെ, ആവേശത്തിലാണ്. What do you feel about us? I think you guys are a lot of fun. Sorry? You guys are a lot of fun. Okay. Yeah. Yes. Enjoying. Thank you so much. അപ്പോൾ നമുക്കിതാ അടുത്ത ട്രെയിനിൽ പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. ആളുകളൊക്കെ അതാ ഈ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ പാട്ടും ബഹളമൊക്കെ കഴിഞ്ഞ് എല്ലാവരും വൻ വൈബിൽ ഇങ്ങനെ ട്രെയിനിൽ പോവാണ്.
അപ്പോൾ മക്കളെ അങ്ങനെ നമ്മുടെ 1 വീക്ക് യൂറോ ട്രിപ്പ് ഇതാ ഇവിടെ റാഡിസൺ ഹോട്ടലിൽ അവസാനിക്കുകയാണ്. നമ്മളിപ്പോൾ ചെക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം പാരീസ് അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡൊക്കെ മനോഹരമായ ഒരുപാട് ഓർമ്മകളായിട്ട് നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ട്രിപ്പ് നമുക്ക് സ്പോൺസർ ചെയ്ത ഇംപെക്സിനും അതുപോലെ തന്നെ Cloud 7 ഹോളിഡേയ്സിൻ്റെ എല്ലാ സപ്പോർട്ടും കൂടിയാണ് നമ്മളിവിടെ മാക്സിമം ടൂറിസ്റ്റ് ലൊക്കേഷൻസ് കണ്ടത്. അപ്പോൾ ഈ 2 പേർക്കും നമ്മൾ ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോസ് എല്ലാവരും കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റു നല്ല കിടിലൻ ട്രിപ്പുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഷമീർ അലി നമ്മൾ ഇതിലും നല്ല ട്രിപ്പായിട്ട് ഇതിലും വലിയ സ്ഥലത്തേക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്താലും ചെയ്തില്ലെങ്കിലും എന്നെയും കൊണ്ടുപോകുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അതുവരേക്കും മറ്റു നല്ല വീഡിയോസുമായി കാണുന്നതായിരിക്കും. ഷമീർ അലി സൈനിങ് ഓഫ്.